ഇനി അടുത്തത് തിയറം പറയുന്നത് ഒരു സെറ്റ് സബ്സ്പേസ് ആവാനുള്ള ക്രൈറ്റീരിയ ആണ്. നമ്മൾ പറഞ്ഞു 10 കണ്ടീഷൻസ് ചെക്ക് ചെയ്യാന്നുള്ളത്, സബ്സ്പേസിന് 10 കണ്ടീഷൻസ് ചെക്ക് ചെയ്യാന്നുള്ളത് കുറച്ച് ഡിഫിക്കൾട്ടാണ് അല്ലെ. ഇപ്പോൾ വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ 10 കണ്ടീഷൻസ് നോക്കണം. അപ്പോൾ സബ്സ്പേസിനും അതേപോലെ തന്നെ നമ്മൾ ചെയ്യണം. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് സബ്സ്പേസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതാണ് ക്രൈറ്റീരിയ ഫോർ എ സബ്സ്പേസിൽ പറയുന്നത്. നോക്കാം. A non-empty subset W of a vector space V is a subspace of V if and only if W is closed under vector addition and scalar multiplication. എന്താണ് പറയുന്നത് ക്രൈറ്റീരിയയിൽ? എ നോൺ എംപ്റ്റി സെറ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. എ നോൺ എംപ്റ്റി സബ്സെറ്റ് W ഓഫ് എ വെക്ടർ സ്പേസ് V. അപ്പം V ഒരു വെക്ടർ സ്പേസ് ആണെന്ന് നമുക്കറിയാം. ഇനി W എന്ന് പറയുന്നത് എന്താണ്? വിൻ്റെ ഒരു സബ്സെറ്റാണ്. ഈ W സബ്സ്പേസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്രൈറ്റീരിയ ഫോർ എ സബ്സ്പേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്തായിരിക്കണം? W നോൺ എംപ്റ്റി സബ്സെറ്റ് ആയിരിക്കണം. Wയിൽ നോൺ എംപ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്റ്റി ആവാൻ പറ്റില്ല. അതായത് Wയിൽ മിനിമം ഒരു എലമെൻ്റ് എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ. ബി എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണ്. W വിൻ്റെ സബ്സെറ്റ് ആണ്. W സബ്സ്പേസ് ആണോ എന്ന് നോക്കണമെങ്കിൽ ഫസ്റ്റ് വൺ എന്തായിരിക്കണം? W നോട്ട് ഈക്വൽ ടു എംപ്റ്റി ആയിരിക്കണം. എന്ന് വെച്ചാൽ W നോൺ എംപ്റ്റി, Wയിൽ മിനിമം ഒരു എലമെൻ്റ് എങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ W നോൺ എംപ്റ്റി ആണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ കണ്ടീഷൻസ് എന്താണ് ക്രൈറ്റീരിയ എന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ക്രൈറ്റീരിയ എന്താ പറയണത്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് വെച്ചാൽ തിരിച്ച് നമുക്ക് പറയാം. W സബ്സ്പേസ് ആണെങ്കിൽ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും, ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ W സബ്സ്പേസ് ആണെന്ന് പറയാം. അതാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫിൻ്റെ മീനിങ്. ഇപ്പോൾ ഒരു നോൺ എംപ്റ്റി സെറ്റ് സബ്സ്പേസ് ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി? W ഈസ് ക്ലോസ്ഡ് അണ്ടർ വെക്ടർ അഡിഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ഓൺ V. അത് നമ്മൾ വെക്ടർ സ്പേസിൻ്റെ ഡെഫിനേഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെക്ടർ സ്പേസ് അല്ലാന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കണ്ടീഷൻ നോക്കിയാൽ മതി? 10 കണ്ടീഷനിൽ ഒന്നാമത്തെയും ആറാമത്തെയും കണ്ടീഷൻസ് ചെക്ക് ചെയ്താൽ മതി എന്ന്. എന്താണ് ഒന്നാമത്തെയും ആറാമത്തെയും കണ്ടീഷൻ പറയുന്നത്? ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. എന്ന് വെച്ചാൽ 2 നമ്പേഴ്സ് എടുക്കുക, അതിൻ്റെ സമ്മ് ഏതിലുണ്ടോ എന്ന് നോക്കുക, അതേ സെറ്റിൽ തന്നെ ഉണ്ടോ എന്ന് നോക്കുക. എക്സും വൈയും വിയിലുണ്ടെങ്കിൽ X+Y വിയിലുണ്ടാവണം. അതുപോലെ തന്നെ ആറാമത്തെ കണ്ടീഷൻ എന്താണ്? X എലമെൻറ്റ് ഓഫ് V K is any scalar then KX element of V. X വിയിലുണ്ടെങ്കിൽ KXും എവിടെ ഉണ്ടാവണം? വിയിലുണ്ടാവണം. അപ്പോൾ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? W സബ്സ്പേസ് ആണെന്ന് പറയാം. ഓക്കെ, അതാണ് ക്രൈറ്റീരിയ. അപ്പോൾ 10 കണ്ടീഷന് പകരം നമുക്ക് ഈ 2 കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. 2 കണ്ടീഷൻ നോക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിരിക്കണം? നമ്മൾ എടുക്കേണ്ട സബ്സെറ്റ് ഏത് സെറ്റാണോ സബ്സ്പേസ് ആവേണ്ടത് അത് നോൺ എംപ്റ്റി ആണോ എന്ന് നോക്കുക. അതിനുശേഷം ഈ 2 കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് കണ്ടീഷൻ, ഇഫ് X ആൻഡ് Y ആർ ഇൻ W ആണ് സബ്സ്പേസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ Wയിൽ 2 എലമെൻറ്റ് എടുക്കുക. ആ 2 എലമെൻറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ X+Y എവിടെ ഉണ്ടാവണം? Wയിൽ തന്നെ ഉണ്ടാവണം. സെക്കൻഡ് കണ്ടീഷൻ, if X is in W, X Wയിലെ ഒരു എലമെൻ്റ് ആണ്, ആൻഡ് K is any scalar, then KX is in W. X Wത്തെ ഒരു എലമെൻറ്റ്, K ഏതൊരു സ്കേലാറും ആവാം, ദെൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എവിടെ ഉണ്ടാവണം? Wയിൽ തന്നെ, വിയിലല്ല Wയിൽ തന്നെ ഉണ്ടാവണം. ഓക്കെ, ഇത് 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക? W is a subspace of V എന്ന് പറയാം. അതൊക്കെ അടുത്ത് നോട്ട് പറയുന്നുണ്ട്, എന്താണെന്ന് നോക്കാം. സി ഓഫ് നോട്ടും ഒരു എക്സാമ്പിളും നമ്മൾ സബ്സ്പേസ് ആണോ എന്ന് വെരിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ എക്സാമ്പിൾ നമുക്ക് പറയുന്നതിന് മുമ്പ് ഈ നോട്ട് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ സി ഓഫ് -∞. അപ്പോൾ ഇതൊരു വെക്ടർ സ്പേസ് ആണ്. സി ഓഫ് -∞ എന്തിനാണ് ഡിനോട്ട് ചെയ്യണമെന്ന് നോക്കാം. ഡിനോട്ട് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് F കണ്ടിന്യൂസ് ഓൺ ദ എൻറ്റയർ റിയൽ ലൈൻ. We can easily prove that C of -∞ is a vector space. C of -∞ എന്തിനാണ് ഡിനോട്ട് ചെയ്യണത്? ദ സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് F. ഇപ്പോൾ F ഈസ് എ ഫങ്ഷൻ. അത് എവിടെ നിന്ന് എവിടേക്ക് വേണമെങ്കിലും ആവാം, എവിടെ നിന്നാണെങ്കിലും ഏതിലേക്കാവണം? Rലേക്കാവണം. ഫങ്ഷൻ റിയൽ വാല്യൂഡ് എന്ന് വെച്ചാൽ ഒരു പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ എന്തായിരിക്കണം? റിയൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ F from R into R, ഓർ ഇവിടെ എന്ത് വേണമെങ്കിലും ആവാം, F from A into R ആണ് ഫങ്ഷൻ. ഇതെന്താണ്? കണ്ടിന്യൂസ് ആണ് ഓൺ എവിടെ? എൻറ്റയർ റിയൽ ലൈൻ. റിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? -∞ മുതൽ ഇൻഫിനിറ്റി വരെ. ഇപ്പോൾ സി ഓഫ് -∞ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ F കണ്ടിന്യൂസ് ഓൺ എൻറ്റയർ റിയൽ ലൈൻ -∞ to ∞.
ഈ സെറ്റ് എന്താണ്, വെക്ടർ സ്പേസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എഫും ജിയും രണ്ട് ഫംഗ്ഷൻസ് ആക്കിയിട്ട് എടുക്കുക, വിച്ച് ഈസ് കണ്ടിന്യൂസ് ഓൺ ആർ എന്ന് പറയാം. അപ്പോൾ ഈ 10 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ട് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. We know that the set of all real valued functions f defined on the entire real valued function is a vector space. അപ്പോൾ c of മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ പോലും സെറ്റ് ഓഫ് ആൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്താവും, വെക്ടർ സ്പേസാണ്. അപ്പോൾ അതിൻ്റെ സബ്സെറ്റ് ആയിട്ടാണ് എന്ത് വരിക, c of മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ സബ്സെറ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ സെറ്റ് ഓഫ് ആൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്താണ്, വെക്ടർ സ്പേസ് ആണ്. ദെൻ പ്രൂവ് ദാറ്റ് c ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഇസ് എ സബ് സ്പേസ് ഓഫ് ദ വെക്ടർ സ്പേസ് ഓഫ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദ എൻറ്റയർ റിയൽ ലൈൻ. അപ്പോൾ c ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. അത് ഏതിൻ്റെ സബ് സ്പേസ് ആണോ നോക്കണം, സെറ്റ് ഓഫ് ആൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ്. അപ്പോൾ നമ്മൾ ആദ്യം വലിയ സെറ്റാണ് എന്ത്, എല്ലാ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റ് എടുത്തു. അതിൻ്റെ സബ്സെറ്റ് ആയിട്ടാണ് ഏത് വരിക, സെറ്റ് ഓഫ് ആൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ വിച്ച് ഈസ് കണ്ടിന്യൂസ്. ഒരു കണ്ടീഷൻ കൂടെ കൊടുക്കുമ്പോൾ എണ്ണം കുറയാണ് ചെയ്യുക. അപ്പോൾ c ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്താണെന്നാണ്, സബ് സ്പേസ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ്, അതൊരു വെക്ടർ സ്പേസ് ആണെന്നുള്ളത്. ഇനി പ്രൂഫ് എങ്ങനെയാണ് പറയാം, c ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി സബ് സ്പേസ് ആണോ നോക്കണമെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് അറിയണം അല്ലേ. അപ്പോൾ എഫും ജിയും രണ്ട് എലമെൻ്റ് എടുത്തു, c ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി രണ്ടും കൂടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യുക. അപ്പോൾ എഫ് പ്ലസ് ജി, എഫ് എന്താണ്, എലമെൻറ്റ് ഓഫ് c ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എഫ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ വിച്ച് ഈസ് കണ്ടിന്യൂസ് ഓൺ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. ജി എലമെൻറ്റ് ഓഫ് c ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, ജി ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ജി ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ഏതാണ്, റിയൽ ലൈൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇപ്പോൾ എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്, എഫ് പ്ലസ് ജി എന്താണ്, കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ ഒരു സ്കേലാർ കൊണ്ട്, ഇപ്പോൾ കെയോ ഏത് വേണമെങ്കിൽ സ്കേലാർ എടുക്കാം. അപ്പോൾ സ്കേലാർ കൊണ്ട് എഫിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പോൾ എഫ് പ്ലസ് ജിയും കെ എഫും എന്താണ്, റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സോ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, എഫ് പ്ലസ് ജിയും കെ എഫും എവിടെ തന്നെ ഉണ്ടാവും, c ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയിൽ ഉണ്ടാവും. ദെർഫോർ ബൈ ക്രൈറ്റീരിയ എന്താണ്, c ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഈസ് എ സബ് സ്പേസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം ആണ്. ലെറ്റ് പി എൻ എന്ന് പറയുന്നത് എന്തിനാണ് ഡിനോട്ട് ചെയ്യണത്, ബി ദ സ്പേസ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ദെൻ ഷോ ദാറ്റ് s ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ p of x element of Pn such that p of 1 equal to 0 and p of 3 equal to 0 is a subspace of Pn. അപ്പോൾ നമ്മളിതൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല വെക്ടർ സ്പേസ് ആണെന്ന്, കാരണം നമുക്ക് ആ 10 കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാന്നുള്ളത് കുറച്ച് ഡിഫിക്കൾട്ട്. മീൻസ് നിങ്ങൾക്ക് എക്സാമിനാണെന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഈ സിമ്പിളായിട്ടുള്ളത് മാത്രമേ നമുക്ക് ചോദിക്കുള്ളൂ. പക്ഷേ നിങ്ങൾ അറിഞ്ഞു വെക്കണം എന്താണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വെക്ടർ സ്പേസ് ആണ്, സെറ്റ് ഓഫ് ഓൾ സ്പേസ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വെക്ടർ സ്പേസ് ആണ്. അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് വെക്ടർ സ്പേസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ എക്സാമ്പിളായിട്ട് പറയുന്നതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മൾ സെറ്റ് എടുത്തിട്ടുള്ളത് പി എൻ ആണ്. പി എൻ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്, സ്പേസ് ഓഫ് ആൾ എന്നാണ് എഴുതിയത്. കാരണം പി എൻ എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ആണ്. പി എൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ആൾ പോളിനോമിയലിനാണ് നമ്മൾ പി എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ സെറ്റ് ഓഫ് ആൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അപ്പോൾ a0 പ്ലസ് a1h പ്ലസ് എക്സെട്ര പ്ലസ് an h റേസ് ടു n, nth ഡിഗ്രി പോളിനോമിയൽ, n അല്ലെങ്കിൽ n-നെക്കാട്ടിലും കുറഞ്ഞ ഡിഗ്രിയിൽ വരുന്ന പോളിനോമിയലിൻ്റെ കളക്ഷനാണ് എന്ത്, പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറഞ്ഞിട്ടുള്ളത് എസ്. നമ്മളൊരു സെറ്റ് എടുത്തു, പി എന്നിൻ്റെ സബ്സെറ്റ് ആണ് എന്ത്, എസ്. എസ്സിലുള്ള എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും, സെറ്റ് ഓഫ് ആൾ പി ഓഫ് എച്ച് എലമെൻറ്റ് ഓഫ് പി എൻ എന്ന് വെച്ചാൽ പി എന്നിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും എസ്സിലുള്ളത്. കണ്ടീഷൻ ഉണ്ട്, എന്തൊക്കെയാണ്, പി ഓഫ് 1 0 ആയിരിക്കണം, പി ഓഫ് 3 0 ആയിരിക്കണം. അപ്പോൾ നമ്മളെടുക്കുന്ന പോളിനോമിയലിൽ h ഈക്വൽ ടു 1 കൊടുത്താലും ആ പോളിനോമിയൽ 0 ആയിട്ട് കിട്ടണം, h ഈക്വൽ ടു 3 കൊടുത്താലും പോളിനോമിയൽ 0 ആയിട്ട് കിട്ടണം. അങ്ങനെ ഒരു സെറ്റാണ് എസ്. ഈ എസ് സബ് സ്പേസ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്.